സത്യത്തിൽ പറയാനായിട്ട് വലിയ ദുഃഖമുള്ള കാര്യമാണ്. ഒരമ്മയുടെ ദുഃഖം എന്ന് പറയുന്നത്, അമ്മ അത് ആ കത്ത് എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നീതി കിട്ടിയില്ല എന്ന് തോന്നിയത് കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. പൂനെയില്, നമ്മുടെ നാട്ടിലല്ല, പൂനെയില് നടന്ന സംഭവത്തില് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ഏറ്റവും പ്രാഥമികമായിട്ടൊരു മരണപ്പെട്ട കുട്ടിക്ക് വേണ്ട സഹായം പോലും പോസ്റ്റ്മോർട്ടം അടക്കം അത് കഴിഞ്ഞ് അതിന്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്ത് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യത്തിനും ഒരിടപെടൽ പോലും ആ കമ്പനിയിൽ നിന്നുണ്ടായില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. ലേബർ ലോസ് ഒക്കെ നമ്മൾക്ക് ഇവിടെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെയല്ല, നമ്മള് പൂനെയിലല്ല, ഇതെല്ലാം എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഈ വർക്ക് പ്രഷർ മിക്കവാറും എല്ലാവർക്കും BP കൂടിയിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. ഇവർക്കൊരു ഹെൽത്ത് ചെക്കപ്പ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവരുടെ അവര് വന്ന് ചേർന്ന് എടുക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടും കണ്ടു കഴിഞ്ഞാല് മിക്കവാറും എല്ലാവർക്കും വർക്ക് പ്രഷർ വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാന് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തയാളാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ സാധാരണ നമ്മളുടെ നാട്ടില് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി മരണപ്പെട്ടിട്ട് ആ കുട്ടിക്ക് പോലും ഒരു നീതി കിട്ടാത്ത രീതിയിൽ അവരുടെ മാനേജ്മെന്റ് ഇത് അറിഞ്ഞില്ല. ചെയർമാൻ അറിഞ്ഞത് ഈ അമ്മ 2 മാസങ്ങൾക്ക് ശേഷം കത്തെഴുതിയിട്ടാണെന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമാണ്. അപ്പൊ അതുപോലും, അതായത് അവരുടെ ഒരു എംപ്ലോയി മരണപ്പെട്ടിട്ട് പോലും അത് മുകളിൽ അറിയിക്കപ്പെടുന്നില്ല. അവർക്ക് ഒരു കണ്ടോളൻസ് മെസ്സേജ് പോലും വരുന്നില്ല. അവരുടെ ഒരാൾ പോലും ഈ കുട്ടി അവരുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ഉണ്ടല്ലോ, അവരുടെ ഒരു റെപ്രസെന്റേഷൻ പോലും ഈ കുട്ടിയുടെ മരണസമയത്ത് പോലും ഉണ്ടായില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും വർക്ക് പ്രഷർ ആയിരിക്കും, ആർക്കും ആരോടും സ്നേഹമില്ലാത്ത ഒരു കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളുടെ ഇവിടെ IT പാർക്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നിരിക്കുന്ന നമ്മളുടെ കുട്ടികളൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എത്രമാത്രം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ഷൻ ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതാണ്. ഈ കുട്ടി ഇപ്പൊ പൂനെയിലായിരുന്നതുകൊണ്ട് മലയാളികൾ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. എന്നാലും സഹജീവിയല്ലേ, സഹപ്രവർത്തകയല്ലേ, അത്രയും ഒരു മനസാക്ഷി ഒരാൾക്കും ഇല്ലാതായിരിക്കുന്നു. ഇവിടെ നമ്മളുടെ ഇവിടെയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കുട്ടികൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. വാസ്തവത്തില് ഈ 16-17 മണിക്കൂറോളം ഒരു കുട്ടിയെ ജോലി ചെയ്യിപ്പിച്ചിട്ട് 8 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ എന്ന് എഴുതി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് തെറ്റായ നടപടിയാണ്. എന്തിനാ 8 മണിക്കൂർ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കണേ? അങ്ങനെ ഒരു കാര്യം വേണ്ടല്ലോ. 8 hours എന്ന് പറഞ്ഞാൽ 8 hours വർക്ക് ചെയ്യിച്ചാൽ മതിയല്ലോ. പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു നോട്ട് എന്തിനാ 8 മണിക്കൂറേ ജോലി ചെയ്യിച്ചിട്ടുള്ളൂ എന്ന്? അപ്പൊ അത് ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് പണ്ട് കോൺട്രാക്ടർമാരൊക്കെ തമിഴന്മാരെ ജോലി ചെയ്യിച്ചിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട്, മലയാളിയെ കൊണ്ട് കൂടുതൽ ശമ്പളം കിട്ടി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഇടപാട് തന്നെയാണ്. അപ്പൊ ജോലി ചെയ്യിക്കുന്നത് 17 മണിക്കൂറാണെങ്കിലും 8 മണിക്കൂറേ ചെയ്തുള്ളൂ എന്ന് എഴുതി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 8 മണിക്കൂർ ജോലി ചെയ്യിച്ചാൽ മതി. അത്തരം രീതിയിൽ ഒരു മാറ്റം നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീതാരാമന്റെ പ്രസ്താവന ശ്രദ്ധപ്പെട്ടിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയണേ, വളരെ സീരിയസ് ആയിട്ട് ഇവരൊക്കെ ഇടപെടേണ്ടതാണ്. ഇങ്ങനെ കോർപ്പറേറ്റിലെ പ്രഷർ കാര്യം അങ്ങനെയൊക്കെ പറയുമെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ ഇടപെടൽ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് അവരെല്ലാം ഈ കാര്യങ്ങൾ അറിയുന്നെങ്കിലും ഉണ്ട് എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും പ്രതികരിക്കണ്ടല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. ഇപ്പൊ ഇവരുടെ ചെയർമാൻ തന്നെ പറഞ്ഞത് ഒരു കണ്ടോളൻസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോഴാണ്, എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു, ഇപ്പോഴാണ് വാർത്ത അറിഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്തരം രീതിയിൽ ഉള്ളൊരു മോശമായി പോയി. സമ്മർദ്ദമൊക്കെ നേരിടാനേ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം, പിന്നെ ഈശ്വരധ്യാനമൊക്കെയാണ് നല്ലത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് സീതാരാമൻ. മനസ്സിലായി. അല്ല, അതവര് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ വേണം അങ്ങനെയുള്ള രീതിയിലുള്ളതാണ്. ആ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ചെയ്യാനായിട്ട് സമയം വേണ്ടേ? എവിടുന്ന ഈ 17 മണിക്കൂർ കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞിരിക്കുന്ന ആ കത്തിൽ കണ്ടില്ലേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കാതെ ചില ദിവസം
ഡ്രസ്സ് പോലും മാറ്റാതെ ഒരു കുട്ടി ആ കട്ടിലേ വന്ന് വീഴുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എത്രമാത്രം നമ്മൾ എത്രയായാലും നമ്മൾക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കുളിക്കാതെ നമുക്ക് ഒരു മലയാളിക്കും കിടക്കാൻ പറ്റില്ല. രാവിലെ എണീറ്റ് കുളിക്കുകയും അതേപോലെ വൈകിട്ട് എത്ര പ്രഷറാണെങ്കിലും എന്താണേലും എത്ര ക്ഷീണിച്ചു പോവാണേലും ഒരു കുളി കുളിച്ച് കഴിയുമ്പോഴാണ് നമ്മളൊരു ആശ്വാസം കണ്ടെത്തണത്. അങ്ങനെയുള്ളവരെ എവിടെയാ മെഡിറ്റേഷൻ ചെയ്യാൻ സമയം എന്ന് പറയണേ? ഇത് ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അവരത് ഒരു ഉപദേശമായിട്ട് തന്നിരിക്കുകയാണ്. അത് ഫോളോ ചെയ്യണത് നല്ലതാണ്, അങ്ങനെ ചെയ്യണം, അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഞാനും പറയുന്നത്.